ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഓണത്തിൽ നമ്മൾ പലതരം പച്ചടി ഉണ്ടാക്കാറുണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്. അതുമാത്രമല്ല, ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഡിഷാണ്. സമ്മർ കാലത്ത് ഈ പച്ചടി നമ്മുടെ ശരീരത്തിന് നല്ല കൂളിംഗ് ആണ് തരുന്നത്. നമ്മൾ ഈ പച്ചടിക്ക് ക്യാരറ്റാണ് ഉപയോഗിക്കുന്നത്. ക്യാരറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടാലോ, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആണ്. ഈ ഡിഷ് വളരെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഓണത്തിന് സദ്യക്ക് വിളമ്പുമ്പോൾ മാത്രമല്ല, ചപ്പാത്തിക്കും റൊട്ടിക്കും ഒക്കെ കൂടി കഴിക്കാൻ ഇത് നല്ലൊരു സൈഡ് ഡിഷാണ്. ഈ പച്ചടിക്കൊരു ഡിഫറെൻറ്റ് ഫ്ലേവറും ടേസ്റ്റുമാണ് കിട്ടുന്നത്. 10 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ 2 ക്യാരറ്റാണ് ഉപയോഗിക്കുന്നത്. ക്യാരറ്റ് നല്ലതുപോലെ കഴുകി അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഞാൻ പീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ക്യാരറ്റ് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഇത് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അവർ ഇത് നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. 2 ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇപ്പം മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ഒരു 500 ഗ്രാം തൈരെടുക്കാം. ഈ തൈരിൽ നമുക്ക് ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തൈരിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു വിസ്കർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്പൂൺ ഇട്ടായാലും നമ്മൾ നന്നായിട്ട് ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്തായിട്ട് നമുക്ക് തൈര് ആയി കിട്ടും. ഇതുപോലെ ചെയ്യുമ്പോൾ തൈര് നല്ല സ്മൂത്തായും ക്രീമി ആയിട്ട് ഇരിക്കും. ഇതിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കും. അടുത്തതായി ഒരു പാനിൽ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുകും എല്ലാം ഒന്ന് പൊട്ടുന്നത് വരെ നമുക്കിതൊന്ന് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പരിപ്പൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1-2 അരിഞ്ഞ പച്ചമുളക് ചേർക്കാം. എന്നിട്ടിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഒരു മീഡിയം സൈസ് അരിഞ്ഞ സവാള, നമ്മൾ നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഇത് ഹൈയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് മാത്രം നമുക്ക് വഴറ്റിയാൽ മതി. ക്യാരറ്റും സവാളയുടെ ആ ക്രഞ്ചിനെസ് പോകാതെ നോക്കണം. ഫ്ലെയിം ഹൈ ആയതുകൊണ്ട് ക്യാരറ്റിൻ്റെയും സവാളയുടെയും ആ ക്രഞ്ചിനെസ് പോകാതെ കിട്ടും, അല്ലെങ്കിൽ ഇത് സോഫ്റ്റായി പോവും. എന്നിട്ട് നമുക്കിതിലേക്ക് ഇപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിയില ഇടുന്ന ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ കൂടി ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് മൂക്കണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഈ തയ്യാറാക്കിയ മിക്സ് നമ്മൾ നേരത്തെ നന്നായിട്ട് ക്രീമി ആയിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ഈ തൈരിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ മുഴുവനായിട്ടും തൈരിലേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടും ക്രീമി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പച്ചടി തയ്യാറായി. ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കി നോക്കണം. ഈ പച്ചടി കഴിച്ചവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് റെസിപ്പി ചോദിക്കും. എന്നാൽ പിന്നെ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.